ഹലോ, അപ്പോൾ ദേ ഫിദപ്പൻ്റെ പാപ്പൻ്റെ കല്യാണത്തിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ദേ ഞാനും ചേച്ചിയും കുക്കുണി രാവിലെ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാരി ഡ്രിപ്പിങ്ങും ഹെയർ സ്റ്റൈലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും നമ്മുടെ ചേച്ചി അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാങ്ങോട് ട്യുലിപ്സിക്കായിരുന്നു. ഫേസ് പിന്നെ നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം അവരെത്ര മിനിമലായിട്ട് ചെയ്താലും കൂടിയെന്നുള്ള ഒരൊറ്റ തോന്നൽ മതി, പിന്നെ ഡേ തന്നെ പോയി കിട്ടും. എന്തായാലും ചേച്ചിയിൽ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ വീട്ടിലെത്തി നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് കുട്ടീനൊക്കെ ഒരുക്കി സെറ്റാക്കി നമ്മളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. കവറെടുത്തോ? ഉണ്ട് പൈസ കൊടുത്ത് മുതലാക്കിക്കാണ് ആ പൂലട്ടായിട്ടുള്ളത്തെ ഞവിടുന്ന് കോരിയിടാളതാ. ഡബിൾ ടൈപ്പ് ഗ്ലാസ് പേപ്പർ ഒട്ടിച്ച പ്രശ്നം. ബാവുണ്ണി പോവാ, അങ്ങോട്ട് പോവാ, അടുത്ത് പോലെ ആ ചേച്ചിയൊന്ന് തുടയ്ക്കാൻ പറ. കുട്ടി വണ്ടിക്ക് പോവാനുള്ള ഗ്യാപ്പില്ല. ഇനി മുടിയുടെ ഉള്ളിൽ കൂടെ കൊടുന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ മുടിയൊക്കെ ഇങ്ങോട്ട് വലിച്ചു വെക്കണം. അത് അവിടുന്ന് കാണിക്കണം, പന്നെ കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആ മറ്റേ തലപ്പോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എവിടെ സമയം വെള്ളണ്ടേ രണ്ടാളത്തെ രണ്ടാളും കൂടി ഒപ്പം പറ്റും. സ്പേസൊക്കെ നോക്കി ചെയ്യൂട്ടോ.
അങ്ങനെ തന്നെ മറ്റേ കൈ കൊണ്ടൊന്ന് ചുട്ടിയൊന്ന് പിടിച്ചോ. എൻ്റെ ആ കൈ കൊണ്ടൊന്ന് പൊന്തിച്ച് വെച്ചിട്ട് ഫേസിലൊക്കെ ദേവൻ എന്താ നടക്കാത്ത? കുറച്ചുകൂടി ഇവിടെ കയറിക്കോ വെയില്. അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ താലികെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എലിയപ്പറ്റയിലെ CM ഓഡിറ്റോറിയത്തേക്കായിരുന്നു കേട്ടോ. ബാക്കി ഫംഗ്ഷനൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു. കൈ കൊടുക്കേ എല്ലാവരും ഒപ്പം നിൽക്കും കേട്ടോ. കേട്ടോ ചെരുപ്പ് എവിടെ ചെരുപ്പിട്ടോ അതാണ് നോക്ക്. അവിടെയാണോ? ആ നോക്കട്ടോ. വേഗം പോ. അങ്ങനെ നമ്മളതേ ഫോട്ടോ എടുക്കലും സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ലാസ്റ്റ് പരിപാടികൾക്ക് കിടക്കുകയാണ് കേട്ടോ. അതവിടെ വെച്ചോളൂ. ഒത്തിരി മുരിയണ്ട. ഓക്കെ ഫോണാണോ? അപ്പുറത്തിട്ടോ. അവിടെ നമ്മളെ വണ്ടി എടുക്കണ്ടേ? അവിടെ നോക്കിയത് ഓക്കെ പറയാം. അവിടെ തന്നെ എടുത്തു അങ്ങനെ ദേ വീട്ടിലെത്തിന് നമ്മുടെ ജിജേഷ് ചേട്ടൻ എങ്ങനെയൊക്കെ പണി കൊടുക്കാം, ഏതൊക്കെ വിധത്തിൽ കൊടുക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും.
അനിമയിൽ നിന്ന് തുടങ്ങുകയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുള്ളത് മക്കളെ പകർത്തി അങ്ങനെ അത് അവരുടെ ഫസ്റ്റ് നൈറ്റ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തെ അവരുടെ വിരുന്നിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാനൊക്കെ ഓഫായിരുന്നു, എൻ്റെ സൗണ്ട് പോലും പുറത്ത് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അന്ന് ഈവനിങ് ആണ് കേട്ടോ, എല്ലാവരും പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു മൊമെൻറ്റ് ഭയങ്കര വിഷമമായി തോന്നി കേട്ടോ, കാരണം 1-2 ദിവസം എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫിദപ്പനടക്കം ഭയങ്കര ഓഫായിരുന്നു. അല്ല കാണിക്കാം പോണം. വിളിക്കും. അങ്ങനെ ഇത് നമ്മുടെ വെഡ്ഡിങ് വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കല്യാണമൊക്കെ ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.